മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാട്ടർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. തിരൂർ നഗരസഭയ്ക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധ മാർച്ച് നടത്തി. തിരൂർ നഗരസഭയ്ക്കെതിരെ തിരൂരിലെ വ്യാപാരികൾ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തെരുവ് കച്ചവടക്കാരിൽ നിന്നും മാസപ്പടി വാങ്ങി വ്യാപാരികളെ തൊട്ടുകളിച്ചാൽ സമരമുറ മാറുമെന്ന് നേതാക്കൾ ആരോപിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു അനൗൺസ്മെന്റ് ഇല്ല, ഒരു പത്രസമ്മേളനം, ഒരു വാട്സാപ്പ് മെസ്സേജ് മാത്രം കൊടുത്തിട്ടാണ് നൂറുകണക്കിന് ആളുകൾ ഈ നഗരസഭ മാർച്ചിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ ഒരു മണിക്കൊക്കെ അനൗൺസ് ചെയ്താൽ ഒരു അരമണിക്കൂർ നേരം പീഡ പൂട്ടിയാൽ എന്തായിരിക്കും മുനിസിപ്പാലിറ്റി അവസ്ഥ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ, അതിനെക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭയ്ക്ക് എന്തുകൊണ്ടാണ് വ്യാപാരികളോട് വിവേചനം കാണിക്കുന്നത്? കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞു ഈ നഗരസഭ അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് 38 കൗൺസിലർമാരും ഭരണാധികാരികളാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷമെന്നോ ഭരണകക്ഷിയെന്നൊന്നും അതൊക്കെ നമ്മളുണ്ടാക്കുക സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി 38 കൗൺസിലർമാർ. ഈ 38 കൗൺസിലർമാരോട് ചോദിക്കുന്നു, ഈ വ്യാപാരി വ്യവസായികൾ നിങ്ങൾക്ക് എന്ത് ദോഷമാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ സംഭാവന തരാറുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോ കുറെ കാലങ്ങളായിട്ട് അടക്കാൻ പറയാറില്ല. അങ്ങനെ എന്തെങ്കിലും കാതലായ രാജ്യത്തിന്റെ പ്രശ്നം വരുമ്പോൾ അടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അടക്കാറില്ല. പിന്നെ എന്തിനാണ് ഈ നഗരസഭയ്ക്ക് തിരൂരിലെ വ്യാപാരി വ്യവസായിയോട് ഇങ്ങനെ ഒരു പുച്ഛം? തിരൂർ നഗരസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭ ഭയക്കുന്നത് മാസപ്പടി വാങ്ങുന്നത് കൊണ്ടാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഈ നഗരസഭ ഇന്ന് ഇവിടുത്തെ വ്യാപാരികളെ തെരുവിലേക്ക് ഇറക്കിക്കുന്നത്, ഇവിടെ ആർക്കാണ് മാനദണ്ഡം, ആർക്കാണ് മുൻതൂക്കമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിത് പലതവണ സൂചിപ്പിച്ചതാണ്. ഒന്നുകിൽ ഞങ്ങൾക്കുള്ള സംരക്ഷണം ഞങ്ങൾക്ക് തരിക, അല്ലെങ്കിൽ അനധികൃതമായ വ്യാപാരികൾക്കുള്ള സംരക്ഷണം അവർക്ക് കൊടുക്കുക. പക്ഷേ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്, എല്ലാ ലൈസൻസുകളും എടുത്ത്, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള വ്യാപാരികളെ നേർക്കുള്ള കുതിരകയറ്റം ഇനി അനുവദിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് തിരൂരിലെ വ്യാപാരികൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് നിങ്ങൾ വരുത്തി വെച്ച ഒരു വിലയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിക്കൊണ്ട് ഞങ്ങൾ എല്ലാ വേദികളിലും നിവേദനങ്ങളിലും കൂടെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. ഇതിന് തടയിടണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് വെച്ച് സ്വയം തൊഴിൽ കണ്ടെത്തിയ അനധികൃത കച്ചവടക്കാർക്കെതിരെ ഞങ്ങൾ എതിരല്ല. അവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നൽകി വേറെ ഹബ്ബിലേക്ക് മാറ്റിയാൽ മതി. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പ്രകടനം നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷമുണ്ടാക്കി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മമ്മി ചെറുതോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇബ്നുൽ വഫ, മെജസ്റ്റിക് അഹമ്മദ്, അനിൽ, സമദ് പ്ലസന്റ്, സാഗർ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഷിഹാബ്, ഷബീബ് അസോസിയേറ്റ്, മൊയ്തുഷ മാലാപ്പറമ്പിൽ, ഷാഫി തങ്ങൾ, മുനീർ, നജീബ്, നിസാർ, അസീസ് മാവുംകുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.